സംസ്കരണ പ്ലാന്റ് ഫ്രഷ് കട്ടിനെ സഹായിക്കാൻ മറ്റ് പദ്ധതികൾ ഉദ്യോഗസ്ഥർ അട്ടിമറിച്ചതായ ആരോപണം. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായി സംസ്കരണ പ്ലാന്റ് തുടങ്ങാൻ പദ്ധതി സമർപ്പിച്ച 5 കമ്പനികൾക്ക് അനുമതി നിഷേധിച്ചു. മറ്റ് ജില്ലകളിൽ ഒന്നിലേറെ സംസ്കരണ പ്ലാന്റുകൾ പ്രവർത്തിക്കുമ്പോഴാണ് കോഴിക്കോട് മാത്രം ഒരു കമ്പനിക്ക് അനുമതി നൽകിയത്. ജില്ലയിൽ പ്രതിദിനം ഉണ്ടാകുന്നത് 70 ടൺ കോഴി അറവ് മാലിന്യമാണെന്നിരിക്കെ ഫ്രഷ് കട്ടിന്റെ ശേഷി 25 ടൺ മാത്രമാണ്. മലിനീകരണ നിയന്ത്രണ ബോർഡിൽ 1.25 ലക്ഷം രൂപ അടച്ചെങ്കിലും ഇതുവരെ കമ്പനി തുടങ്ങാനായിട്ടില്ലെന്നാണ് പരാതി. കോഴിക്കോട് ജില്ലയിൽ 7 കമ്പനിയോളം വരണം ഓൾറെഡി. എങ്ങനെ വന്നു കഴിഞ്ഞാലേ കോഴിക്കോട് ജില്ലയിലുള്ള ഈ വിഷയം അവസാനിക്കുള്ളൂ. കോഴിക്കോട് ജില്ലയിൽ 30 ടണ്ണാണ് ഫ്രഷ് കട്ട് ഓർഗാനിക് ലിമിറ്റഡിൻ്റെ കപ്പാസിറ്റി. മലപ്പുറം ജില്ലയിൽ 302 ടണ്ണ് പ്രോസസ്സ് ചെയ്യാൻ ഗവൺമെൻറ്റിൻ്റെ കണക്ക് പ്രകാരം നിലവിലുണ്ട്. 15 കമ്പനിയും നിലവിലുണ്ട്. അതേ സ്ഥാനത്ത് കോഴിക്കോട് ജില്ലയിൽ 30 ടണ്ണ് പ്രോസസ്സ് ചെയ്യാൻ കപ്പാസിറ്റി മാത്രമേ നിലവിലുള്ളൂ. 70 പഞ്ചായത്തും 7 മുനിസിപ്പാലിറ്റിയും ഒരു കോർപ്പറേഷനാണ് കോഴിക്കോട് ജില്ലയിൽ. കോർപ്പറേഷന് 2 കമ്പനിയും മുനിസിപ്പാലിറ്റിക്ക് 1 കമ്പനിയും പഞ്ചായത്തുകൾക്ക് 3 കമ്പനി അനുവദിച്ചിട്ട് എല്ലാ കമ്പനികൾക്കും ലോഡ് കുറയ്ക്കുക. ഓവർലോഡ് ഒരു കമ്പനിക്കും വരാത്ത സാഹചര്യം സൃഷ്ടിച്ചാൽ അതിന് ഗവൺമെൻറ് ഇടപെട്ടിട്ടാണ് ഗവൺമെൻറ്റാണ് ചെയ്യേണ്ടത്. ഓവർലോഡ് വരാതെ ഇന്നത്തെ സാഹചര്യം ഒഴിവാക്കാൻ ഓരോ കമ്പനികൾക്കും 20-25 പഞ്ചായത്ത് വിട്ടുകൊടുത്തിട്ട് അവരെ ഉൾക്കൊള്ളാവുന്ന റോ മെറ്റീരിയൽ കിട്ടുന്ന രൂപത്തിൽ ആ കമ്പനികളെ തരപ്പെടുത്തിയെടുക്കുക. അതാണ് ഇതിൻ്റെ ആവശ്യം. ബെൻസൺ ബാബു നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബെൻസൺ, ഗുഡ് മോർണിംഗ്. ബെൻസൺ, ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. അതേ സേതുലക്ഷ്മി, അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മറ്റ് കോഴി അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങൾ കോഴിക്കോട് ജില്ലയിൽ അനുവദിക്കാതെ ഫ്രഷ് കട്ടിന് മാത്രമായിട്ടുള്ള ഒരു സ്വാധീനം കോഴിക്കോട് ജില്ലയിൽ ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളതാണ് ഈ പരാതി. അതും രാഷ്ട്രീയക്കാരും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരും ഒത്തുകളിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു പദ്ധതികളെല്ലാം തന്നെ അട്ടിമറിക്കുന്നത് എന്നുള്ള ആരോപണമാണ് ഉയർന്നു വരുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണിക്കുന്ന ചില പേപ്പറുകളുണ്ട്, ചില ഡോക്യുമെന്റുകളുണ്ട്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം 5-ലധികം കമ്പനികൾ ഇത്തരത്തിൽ കോഴി അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റ് തുടങ്ങുന്നതിനായിട്ടുള്ള അപേക്ഷ കോഴിക്കോട് ജില്ലയിൽ തുടങ്ങുന്നതിനായിട്ടുള്ള അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ചിലർക്ക് തന്നെ ഇത്തരത്തിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിന് പ്രാഥമിക ഘട്ടത്തിൽ പൈസയും അടച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഈ പദ്ധതികളൊന്നും തന്നെ മുൻപോട്ട് പോകാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. പലയിടങ്ങളിലും ഈ പദ്ധതി തുടങ്ങുന്നു എന്നറിയുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പ്രാദേശികമായി ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് സ്വാഭാവികമായും ഇത്തരം പ്രതിഷേധങ്ങൾ ഉയർന്നു വരും. പക്ഷേ ഈ ഫ്രഷ് കട്ടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ മനഃപൂർവ്വം അവിടുത്തെ രാഷ്ട്രീയക്കാരുമായി ചേർന്നുകൊണ്ട് മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇത്തരത്തിലുള്ള പലയിടങ്ങളിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നുള്ളത്, അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ എന്നുള്ളതാണ് ഈ ആരോപണമായി ഉയർന്നു വരുന്നത്. അതായത് മലിനീകരണ നിയന്ത്രണ ബോർഡിൽ ഒരു അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നും ഇത്തരത്തിലൊരു അപേക്ഷ ലഭിച്ചിട്ടുണ്ട് എന്ന വിവരം പുറത്തു പോവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഉയർന്നു വരികയും ചെയ്യുന്നു എന്നുള്ളതാണ് പരാതി. അപ്പോൾ ഇത്തരത്തിൽ നേരത്തെ തന്നെ ഈ മലിനീകരണ നിയന്ത്രണ ബോർഡിന് 1.5 ലക്ഷം രൂപയോളം കെട്ടിവെച്ച് ഈ പദ്ധതി ആരംഭിക്കാൻ ശ്രമം നടത്തിയിട്ടുള്ള പല ആളുകളും ഇപ്പോൾ അവസാനമായി എത്തി നിൽക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ സംസ്ഥാന സർക്കാരിന്റെ ഭൂമികളുണ്ട്. ആ ഭൂമിയിൽ തങ്ങൾക്ക് ഇത്തരത്തിൽ പ്ലാന്റ് തുടങ്ങാനുള്ള അവസരം നൽകണം എന്നുള്ള ഒരു ആവശ്യമാണ് അവർ മുൻപോട്ട് വെക്കുന്നത്. പ്രത്യേകിച്ചും വ്യവസായ വകുപ്പിന്റെ ഭൂമിയിൽ, വ്യവസായ വകുപ്പിന്റെ പല പാർക്കുകൾ ഏറ്റെടുത്ത സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെയെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പ്ലാന്റുകൾ നിർമ്മിക്കാനുള്ള അവസരം നൽകണമെന്ന ആവശ്യമാണ് ഇപ്പോൾ മുൻപോട്ട് വെക്കുന്നത്. അവർ അതിന് ഉദാഹരണമായി പറയുന്നത് കാസർഗോഡ് ജില്ലയിൽ 2 പ്ലാന്റുകൾ സമാന രീതിയിൽ ഫ്രഷ് കട്ടിന് സമാനമായിട്ടുള്ള 2 പ്ലാന്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അത് രണ്ടും പ്രവർത്തിക്കുന്നത് വ്യവസായ വകുപ്പിന്റെ സ്ഥലത്താണ്. ആ 2 ഈ പ്ലാന്റുകൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ സമാന രീതിയിൽ തന്നെ കോഴിക്കോട് ജില്ലയിലും അതിനുള്ള അവസരം നൽകണം എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് തൊട്ട് സമീപത്തെ ജില്ലയായിട്ടുള്ള മലപ്പുറം ജില്ല എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ഈ ഫ്രഷ് കട്ടിന് സമാനമായിട്ടുള്ള രീതിയിൽ 15 പ്ലാന്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. മൊത്തം 302 ടൺ കോഴി അറവ് മാലിന്യം ഒരു ദിവസം പ്രോസസ്സ് ചെയ്യാൻ ഈ 15 യൂണിറ്റുകളിലും കൂടി സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ നിലയിലുള്ള പ്രശ്നങ്ങൾ മലപ്പുറം ജില്ലയിലില്ല. കോഴിക്കോട് ജില്ല എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ പ്രതിദിനം 70 ടണ്ണിലധികം കോഴി അറവ് മാലിന്യങ്ങൾ കോഴിക്കോട് ജില്ലയിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ കോഴിക്കോട് ജില്ലയിലുള്ളത് ഒരേ ഒരു പ്ലാന്റ് മാത്രമാണ്. അത് നമുക്കറിയാവുന്ന വിവാദ പ്ലാന്റ് ആയിട്ടുള്ള ഫ്രഷ് കട്ടാണ്. ഈ ഫ്രഷ് കട്ടിൽ പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്നത് 25 ടൺ മാത്രമാണ്. അപ്പോൾ എത്രത്തോളം അധികം കോഴിമാലിന്യം ബാക്കി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അത് വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. ഇപ്പോൾ നിലവിൽ ഈ ഫ്രഷ് കട്ടും പ്രവർത്തിക്കാത്ത സാഹചര്യത്തിൽ മലപ്പുറം ജില്ലയിലേക്കാണ് കോഴിക്കോട് ജില്ലയിലുള്ള ഈ അറവ് മാലിന്യം കൊണ്ടുപോകുന്നത്. മലപ്പുറം ജില്ലയിൽ കൂടി ഇത് എക്സസ് ആയി കഴിഞ്ഞാൽ, കൂടിക്കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിലുള്ള ഈ അറവ് മാലിന്യങ്ങൾ കൊണ്ടുപോകാൻ മറ്റ് സ്ഥലങ്ങളില്ലാതെ വരും. അത് വലിയ പ്രതിസന്ധി ഉണ്ടാകും. കടകളിൽ ഉൾപ്പെടെ അത് വലിയ പ്രതിസന്ധി
പ്രതിസന്ധി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ സംരംഭകർ പറയുന്നത് കോഴിക്കോട് ജില്ലയിൽ 5 or 6 സമാന രീതിയിലുള്ള ചെറിയ പ്ലാന്റുകൾ അനുവദിക്കാനുള്ള അത്തരത്തിലുള്ള പ്ലാന്റുകൾ തുടങ്ങാനുള്ള അനുമതി നൽകുക, അതും 20 or 25 ടൺ പ്രോസസ് ചെയ്യാൻ കഴിയുന്ന ചെറിയ പ്ലാന്റുകൾ തുടങ്ങാനുള്ള അനുമതി നൽകുക, അതും വിവിധ ഇടങ്ങളിലായി കഴിയുമ്പോൾ വലിയ പ്രതിസന്ധികൾ ഉണ്ടാവില്ല. അത് മാത്രമല്ല, കൃത്യമായിട്ടുള്ള രീതിയിൽ ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടതുണ്ട് എന്ന് കൂടിയാണ് ഇവരുടെ ആവശ്യം മുൻപോട്ട് വയ്ക്കുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ബോധവൽക്കരണം ജനങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ് വലിയ രീതിയിലുള്ള ഈ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത് എന്നും ഈ സംരംഭകർ പറയുന്നുണ്ട്. സേതുലക്ഷ്മി. ഓക്കെ ശരി ബെൻസൺ, ശരി. വളരെ ഗുരുതരമായ ഒരു വിഷയമാണ്. ആരോപണങ്ങളും ആ നിലയ്ക്ക് ഉയരുന്നുണ്ട്. അധികാരികളുടെ ഒരു ഇടപെടലൊക്കെ ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കാം.